Hello, welcome to KeralaMoocs.org. ഇന്ന് നമ്മുടെ ഡിസ്കഷന് 8085 മൈക്രോപ്രോസസറിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ളതാണ്. 8085 microprocessor is a 8-bit microprocessor. അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇറ്റ്സ് അവൈലബിൾ ഇൻ 40-pin IC package. And it's an 8-bit microprocessor and it is capable of addressing 64 kilobytes of memory, and it has 40 pins and it requires a 5-volt power supply, and it can operate with 3 megahertz clock frequency. 8085 ന്റെ architecture pin diagram നോക്കുകയാണെങ്കിൽ you can see different pinouts are here. Here it is X1 and X2. These two pins are generally used for frequency generator. Is normally connected to these pins. Internal clock frequency adjust ചെയ്യാൻ വേണ്ടി generate ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ സാധാരണ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ രണ്ട് പിന്നിലേക്കാണ്, X1 and X2 എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്ന കുറച്ച് പിന്നുകൾ 12 പിൻ നമ്പർ 12 മുതൽ പിൻ നമ്പർ 19 വരെ AD0 to AD7, ആൻഡ് ദിസ് ഇസ് കംസ് വിത്ത് എ മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ബാർ ഡാറ്റ ബസ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അഡ്രസ് ബസ്സായിട്ടും ഡാറ്റ ബസ്സായിട്ടും ഒരേ സമയം വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പിന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ 21 ഫസ്റ്റ് പിന്ന് മുതൽ 28 പിന്ന് വരെ വരുന്ന അഡ്രസ് ബസ് പിന്നുകളുണ്ട്. ഇത് അഡ്രസ് ബസ്സിൽ ആക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8085 മൈക്രോപ്രോസസറിൽ D0 to D7 വരെയുള്ള രീതിയിൽ ഡാറ്റ ബസ് 8-ബിറ്റ് ഡാറ്റ ബസ്സും അതേപോലെ 16-ബിറ്റ് അഡ്രസ് ബസ്സുമാണ് 8085 മൈക്രോപ്രോസസറിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഈ മൾട്ടിപ്ലക്സ്ഡ് ഡാറ്റ ബസ്സും അഡ്രസ് ബസ്സുമായിട്ട് അഡ്രസ് ബസ്സാണോ അതല്ല ഡാറ്റ ബസ്സാണോ എന്ന് തീരുമാനിക്കുന്നത് it depends on the signal at this address latch enable. Address latch enable, if the signal at address latch enable is 1, then this multiplexed bus will act as a address bus, and if the ALE is 0, then this will act as a data bus. These are multiplexed bus will act as a data bus. ഇനിയും ധാരാളം കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. റൈറ്റ് ബാർ സിഗ്നൽസ് ആൻഡ് റീഡ് ബാർ സിഗ്നൽ, then to control input and output or memory എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി IO ബാർ M ബാർ എന്ന് പറഞ്ഞ മറ്റൊരു സിഗ്നൽ ഉണ്ട്. പവർ സപ്ലൈ 40th പിന്നിലാണ് കണക്ട് ചെയ്യുന്നത്. ഗ്രൗണ്ട് പിന്നെ VSS എവിടെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ധാരാളം കൺട്രോൾ സിഗ്നൽസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഓരോന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മറ്റൊരു രീതിയിൽ ഡയഗ്രത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ A15 to A8 വരെ വരുന്ന പിന്നുകളെ നമ്മൾ ഹയർ ഓർഡർ അഡ്രസ് ബസ് എന്നാണ് വിളിക്കാറുള്ളത്. അതേപോലെ AD0 to AD7 വരെയുള്ളതിനെ മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ബാർ ഡാറ്റ ബസ് എന്ന രീതിയിൽ. ദെൻ കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് ആയിട്ട് വരുന്ന ALE, S0, S1, IO ബാർ M ബാർ, റീഡ് ബാർ, റൈറ്റ് ബാർ, ഓൾ ദീസ് ആർ കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ്. ദെൻ ഇൻട്രപ്റ്റ് റിലേറ്റഡ് ആയിട്ട് മൈക്രോപ്രോസസറിന് ഇൻട്രപ്റ്റ് സിഗ്നൽസ് അവൈലബിൾ ആണ്. ഇൻട്രപ്റ്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് ഡിസ്കഷനിൽ പറയാം. ധാരാളം ഇൻട്രപ്റ്റ് സിഗ്നൽസ് ഉണ്ട്. ട്രാപ്പ്, RST 7.5, RST 6.5, ദെൻ ഇതൊക്കെ ഇൻട്രപ്റ്റ് സിഗ്നൽസ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. പിന്നെ എക്സ്റ്റേണൽ സിഗ്നൽ അക്നോളജ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന INTA ബാർ, ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ്, അതേപോലെ HLDA ഓർ ഹോൾഡ് അക്നോളജ്മെൻറ്റ്, അതേപോലെ ഹോൾഡ് സിഗ്നൽസ്, ഇങ്ങനെ എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എന്നാണ്. മൈക്രോപ്രോസസറിൽ സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പിന്നുകളാണ് SID ആൻഡ് SOD എന്ന് പറഞ്ഞ രണ്ട് പിന്നുകൾ സീരിയൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എനിവേ പിന്നെ ഓരോന്നും അതാത് സമയങ്ങളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ചും ഡിസ്കഷനിൽ കൊണ്ടുവരാം. നെക്സ്റ്റ് ഈസ് ഞാൻ പറഞ്ഞു മൈക്രോപ്രോസസർ ഹാസ് എ സിസ്റ്റം ബസ്. സിസ്റ്റം ബസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ വയർ കണക്റ്റിംഗ് memory and IO devices to a microprocessor.
In a 8085 microprocessor, we have 3 different buses are available. One, it is known as a address bus. Address bus means which will carry the address, and normally in 8085 microprocessor this address bus is in 16. It's available in 16-bit address bus, and this address bus is unidirectional. That means it can transport in one direction only. That means microprocessor il ninnu memory like മെമ്മറിയുടെ അഡ്രസ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വയേഴ്സ് 16-bit വയേഴ്സ് 16 ഡിഫറെൻറ്റ് വയേഴ്സ് അല്ലെങ്കിൽ 16-bit ബസ് ആണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്രസ് ബസ് വഴിയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Then the second type of a bus is a data bus. Normally data bus is a bidirectional bus. In 8085 microprocessor, 8085 contains 8-bit data bus. These are not mainly used for transferring the data from the memory to microprocessor or from microprocessor to memory. അങ്ങനെയുള്ള data transferring operations ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് data bus ആണ്. And the third type of system bus is a control bus. Control bus is normally used for synchronization, transporting the synchronization signals or status signals or timing signals or control signals. ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കൺട്രോൾ ബസ് ആണ് കൊണ്ടുപോകുന്നത്. Now coming on to the architecture of 8085 microprocessor. നിങ്ങളുടെ 8085 മൈക്രോപ്രോസസറിൻ്റെ ആർക്കിടെക്ചറൽ ബ്ലോക്ക് ഡയഗ്രാം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ്. സാധാരണ രീതിയിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ആണെങ്കിൽ ഇത് പരീക്ഷയ്ക്ക് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിൽ മെയിനായിട്ട് വരുന്ന ബ്ലോക്കുകൾ, ഓരോ ബ്ലോക്കുകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദീസ് ആർ ഓൾ രജിസ്റ്റർ ബ്ലോക്സ്. ഓൾ ദീസ് ആർ രജിസ്റ്റേഴ്സ്, അക്യുമുലേറ്റർ, ടെമ്പററി രജിസ്റ്റേഴ്സ്, flag flip-flops or flag register, instruction register, then temporary registers, general purpose registers or register array ഉണ്ട്. Then there is a timing and control unit ഉണ്ട്. സിഗ്നൽസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന് വേണ്ടിയുള്ള ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് മെഷീൻ സൈക്കിൾ എൻകോഡിങ്ങിന് വേണ്ടിയുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. ദെൻ ഇൻട്രപ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടി ഒരു ബ്ലോക്ക് ഉണ്ട്. സീരിയൽ IO കൺട്രോളിന് വേണ്ടി ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡറിൽ ഡയഗ്രാം നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പഠിച്ചു വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. Now we will discuss in each and every block first. The first block itself is a മെയിനായിട്ട് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് മൈക്രോപ്രോസസർ കൺസിസ്റ്റ് ഓഫ് എ കൺട്രോൾ യൂണിറ്റ് which will control the microprocessor operations. Then second part is a ALU which performs data processing functions. Third is contains number of registers, and the main function of a register is to provide storage internal to the CPU. Then there is an interrupt block, serial communication block, then internal data bus. ഈ ബ്ലോക്കുകളൊക്കെയാണ് നമ്മൾ അടങ്ങിയിരിക്കുന്നത്. Now coming back to the architectural diagram, the first part it is control unit. Control unit generates signals within the microprocessor to carry out the instructions, and which has been decoded by the instruction decoder. ഇവിടെ ധാരാളം സിഗ്നൽസ് കാണാം. ക്ലോക്ക് ഔട്ട്, റെഡി, റീഡ് ബാർ, റൈറ്റ് ബാർ, ALE, S0, S1, IO bar, M bar, ഹോൾഡ്, HLDA, റീസെറ്റ് ഇൻ, റീസെറ്റ് ഔട്ട്, ഇങ്ങനെ ധാരാളം സിഗ്നൽസ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്ന നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. Now ഈ സിഗ്നൽസിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചായിരിക്കും മൈക്രോപ്രോസസർ ഓരോ ഡിവൈസിൽ മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക. ഈ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. The second part, so that's about the timing and control unit. There are it contains lot of control and status signals, and അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വളരെ മേജർ പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പാർട്ട് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്.
Second part it is arithmetic logical unit. മൈക്രോപ്രോസസറിൻ്റെ ഏകദേശം ഒരു ഹാർട്ട് അല്ലെങ്കിൽ ബ്രെയിൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പാർട്ടാണെന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. This ALU performs all the numerical and logical operations such as addition, subtraction, logical operations like and, or, etc. Normal case ALU will take data from the memory and also from a register accumulator, and it performs all the arithmetic operations. So next part it is registers. Here we can see lot of registers here. 8085 contains 6 general purpose registers here, and one accumulator is here, and one flag register, and some temporary registers, and it has two 16-bit registers like stack and a program counter. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സിൻ്റെ ആണ് തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് നമ്മൾ ടൈമിംഗ് ആൻഡ് കൺട്രോൾ പറഞ്ഞു, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് വിച്ച് വിൽ പെർഫോം ഓൾ ദ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് രജിസ്റ്റേഴ്സ്. നൗ രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പം ഇറ്റ് ഹാസ് എ 6 general purpose registers, and each of these 6 general purpose registers are 8-bit in length. It can store 8-bit data, and these are identified as B, C, D, E, H, L. And E R registers name we can use it as a pair. They can be combined as a pair, like BC pair, DE pair, HL pair. ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ 16 അങ്ങനെയാണെങ്കിൽ 16-bit ഓപ്പറേഷൻസിന് ആവശ്യമുണ്ടെങ്കിൽ we can use it as a BC pair, register pair ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then normal കേസിൽ നമ്മൾ these registers are normally used to store or copy data into these registers by using data copy instructions, move instruction. ഏതെങ്കിലും അതേപോലെ ഡാറ്റ കോപ്പി ഇൻസ്ട്രക്ഷന് വേണ്ടി ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് ഈ രജിസ്റ്റേഴ്സിലേക്ക് ഡാറ്റയെ നമ്മൾ പ്രോഗ്രാമർ സാധാരണ രീതിയിൽ പ്രോഗ്രാമിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത്. Then another important register is accumulator. Accumulator is an 8-bit register. It's again an 8-bit register, and we can consider an accumulator as a part of ALU. It's a register which is a part of ALU, and this register is used to store 8-bit data and performs arithmetic and logical operations. Normal case ALUയുടെ എന്ത് ഓപ്പറേഷൻസ് നടക്കുമ്പോഴും one of the data must be inside the accumulator ആയിരിക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് ഡാറ്റ either ഏതെങ്കിലും രജിസ്റ്റേഴ്സ് ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ മെമ്മറി ആയിട്ടോ വേണമെങ്കിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാം. അപ്പോൾ അക്യുമുലേറ്റർ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് എ. അക്യുമുലേറ്ററിനെ നമ്മൾ രജിസ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ എ എന്ന രജിസ്റ്ററാണ്, എ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല അക്യുമുലേറ്റർ ഒരു 8-bit രജിസ്റ്ററും കൂടെയാണ്. ദെൻ അനദർ രജിസ്റ്റർ ഈസ് ഫ്ലാഗ് രജിസ്റ്റേഴ്സ്. 8085-ന് it includes a 5 flag flip-flops. ഈ ഫ്ലാഗ് ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലാഗ് രജിസ്റ്റർ കണ്ടന്റ്സ്. ഫോർ എക്സാമ്പിൾ സൈൻ ഫ്ലാഗ് എസ്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ആസ് എസ്. സീറോ ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ് ആൻഡ് ക്യാരി ഫ്ലാഗ്. ഈ ഓരോന്നിൻ്റെയും കണ്ടന്റ് 1 ആണോ 0 ആണോ എന്നുള്ളതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്ലാഗ് രജിസ്റ്ററിലെ കണ്ടന്റുകൾ സെറ്റ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് എ 0 ഫ്ലാഗ് സൈൻ ഫ്ലാഗ് ആണെങ്കിൽ if the number is negative, then the 0 sign flag will be 1, and if the number is a positive number, then the sign flag will be 0. Similarly, if the 0 flag is, if the result obtained after a operation is 0, then 0 flag will become 0, and if it is a non-zero, it results a non-zero, then the 0 flag will become 1. ഈ രീതിയിലാണ് നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ. ഒരു carry flag, if it generates a carry, then the carry flag will set, otherwise carry flag will be reset. Okay,
അപ്പം അത് ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.